ദൈവത്തിന്റെ കൈയെഴുത്തുകൾ. പറയാൻ പറ്റാതെ പോയ പ്രണയങ്ങളോ, ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുന്ന സന്ദേശങ്ങളോ, പാലിക്കപ്പെടേണ്ട നിയമങ്ങളോ അനുസരിക്കേണ്ട കൽപ്പനകളോ, ജീവിത സമ്പാദ്യങ്ങളുടെ വിൽപത്രങ്ങളോ ഒക്കെയാണ് എഴുത്തുകളായി നിലകൊള്ളുന്നത്. 40ഓളം എഴുത്തുകാർ 1400 വർഷങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മ പ്രേരിതരായി എഴുതപ്പെട്ട 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിൽ ദൈവത്തിന് മാനവരാശിയോട് അറിയിക്കുവാനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. ക്രിസ്തു യേശുവിലൂടെയുള്ള രക്ഷ. 10 കൽപ്പനകൾ 2 കൽപ്പലകകളിൽ എഴുതി കൊടുത്ത പിതാവ് അതിന്റെ നിവർത്തീകരണം ക്രിസ്തു യേശുവിന്റെ കാൽവറി യാഗത്തിലൂടെ സാധിച്ചെടുത്തു. സകല മാനവരാശിയുടെയും പാപങ്ങളെ അവന്റെ മേൽ എഴുതി. മെനെ മെനെ തെക്കേൽ ഉഫാർസീൻ, അർത്ഥം ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. ബേൽസസർ രാജാവിന്റെ രാജധാനിയുടെ ചുവരിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ കരങ്ങൾ. ഡാനിയേൽ 5:25. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ നിലത്ത് കുനിഞ്ഞ് വിരൽ കൊണ്ടെഴുതി, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ കർത്താവ്. തന്റെ സന്ദേശങ്ങൾ പല മാധ്യമങ്ങളിലൂടെ അറിയിക്കുവാൻ കഴിവുള്ളവൻ, ദൂതന്മാർക്ക് പോലും അവകാശം ലഭിക്കാതെ പോയ രക്ഷാദൂതറിയിക്കുവാനുള്ള മാധ്യമമായി ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്തത് രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരെയുമാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കല്ലിലും ചുവരിലും ക്രിസ്തുവിലും മണലിലും എഴുതിയ കർത്താവ് ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സ്നേഹിത, നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ നിന്നെ തന്നെ സമർപ്പിക്കുമോ? ചിലരുടെ പേരുകൾ നീ കാരണം എഴുതപ്പെടുവാൻ ഒരു നല്ല മാധ്യമമായി നിന്നെ തന്നെ സമർപ്പിക്കുമോ?